പുത്തൂരിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ ജ്യോത്സ്യൻ മുരാരി തന്ത്രി ആളെ വലയിലാക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. മുരാരി ജ്യോതിഷാലയം എന്ന യൂട്യൂബ് പേജ് വഴി പ്രവചനങ്ങളും അവകാശവാദങ്ങളും ഇയാൾ പ്രചരിപ്പിച്ചു. നടൻ ദിലീപിനെ വെറുതെ വിട്ടത് തന്റെ പൂജയുടെ ഫലം. ഷിരൂരിൽ അർജുന്റെ വാഹനം കിടന്ന ദിശ പ്രവചിച്ചിരുന്നു. ഓയൂരിൽ തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരിയെ കണ്ടെത്തിയ സമയവും പ്രവചിച്ചിരുന്നുവെന്ന് മുരാരി ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. കൊല്ലം വെണ്ടാറിലാണ് ബാധ ഒഴിപ്പിക്കാനെത്തിയ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കേസിൽ പ്രതിയായ വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു ഒളിവിൽ പോയെങ്കിലും പിന്നീട് പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തു. പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കടന്നു പിടിക്കുകയായിരുന്നു. പെൺകുട്ടി നിലവിളിച്ച് പുറത്തേക്കോടി. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പിൻവാതിലിലൂടെ ജ്യോത്സ്യൻ കടന്നുകളയുകയും ചെയ്തു. ഭരണിക്കാവിൽ നിന്നാണ് പുത്തൂർ പോലീസ് ഇയാളെ പിടികൂടിയത്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താണ് ഇയാൾ ഒളിവിൽ പോയത്. പോലീസ് ഇയാളെ പിടികൂടുമ്പോഴുള്ള ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പോലീസ് പിടികൂടുമ്പോൾ അഴിഞ്ഞ മുണ്ട് ഉടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യമാണ് പുറത്തു വന്നത്. "ഞാൻ മുണ്ടൊന്ന് ഉടുത്തോട്ടെ സാറേ, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാ" ഇതൊക്കെയാണ് ദൃശ്യത്തിൽ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ റീൽസ് വീഡിയോകളിലൂടെയും മറ്റും സജീവമായ വ്യക്തിയാണ് മുരാരി തന്ത്രി. മാപ്പിളപ്പാട്ട് പാടി അഭിനയിച്ചും പ്രവചനങ്ങൾ നടത്തിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇയാൾ. ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നാണ് ജ്യോത്സ്യന്റെ വേഷം അണിയുന്നത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായിരുന്ന ലോറി ഡ്രൈവർ അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന പ്രവചനവും ഇയാൾ നടത്തിയിരുന്നു. ഇതോടെ വ്യാജ ജ്യോത്സ്യൻ എന്ന വിമർശനവും ഇയാൾക്കെതിരെ ഉയർന്നു. തന്റെ പ്രവചനങ്ങൾ കൊണ്ട് പല നടന്മാരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇയാൾ അവകാശപ്പെടുന്നു. ഇയാളുടെ പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇതിനിടെ ഒരു ന്യൂസ് ചാനലിലെ ടോക്ക് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവാഭരണം 2002 മോഷണം പോയതായും അന്ന് ദേവപ്രശ്നം വെച്ച് മോഷ്ടാവ് ആരെന്ന് പ്രവചിച്ചത് താനാണെന്നുമാണ് മുരാരി തന്ത്രി എന്ന രാജൻ ബാബു അവകാശപ്പെടുന്നത്. വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിലെ ദേവിയുടെ തിരുവാഭരണം മോഷണം പോയി 2002. 2003 ഞാനാണ് അവിടെ ദേവപ്രശ്നം വച്ചത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്നയാളാണ് എടുത്തത്. തിരുവാഭരണം കൊണ്ടുപോയ ആളിനെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. 22 ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു എന്നെ മലർത്തിയടിക്കാൻ എന്നാണ് ഇയാൾ പറയുന്നത്. അതേസമയം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കൊല്ലം പുത്തൂരിലാണ് സംഭവമുണ്ടായത്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി മുൻപും പെൺകുട്ടിയും അമ്മയും മുരാരിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പെൺകുട്ടിയുടെ ശരീരത്തിൽ ബാധ കയറിയിട്ടുണ്ടെന്നും ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇയാൾ പെൺകുട്ടിയുടെ അമ്മയെ ധരിപ്പിച്ചു. മന്ത്രവാദത്തിലൂടെ ബാധ ഒഴിപ്പിച്ചു നൽകാമെന്നും വിശ്വസിപ്പിച്ചു. ഇതേ തുടർന്ന് ഇന്നലെ ഇവർ മന്ത്രവാദിയുടെ അരീക്കലിലെ വീട്ടിലെത്തിയിരുന്നു. രാവിലെ 11 മണിക്ക് എത്തിയ ഇവർക്ക് 3 മണിയോടെയാണ് ജ്യോത്സ്യനെ കാണാൻ സാധിച്ചത്. അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മാത്രം ഇയാൾ മുറിയിലേക്ക് വിളിപ്പിച്ചു. 2 മണിക്കൂറിലേറെ പിന്നിട്ടിട്ടും മകൾ പുറത്തേക്ക് വരാതിരുന്നതിനാൽ അമ്മ അകത്ത് പോയി നോക്കിയപ്പോൾ കുട്ടി കരഞ്ഞുകൊണ്ട് പുറത്തു വന്ന് ദുരനുഭവം വെളിപ്പെടുത്തുകയായിരുന്നു. സംഭവം പുറത്തറിഞ്ഞതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി വീടിന് മുന്നിൽ തടിച്ചുകൂടി. ബഹളത്തിനിടെ തന്ത്രി വീടിന്റെ പിൻവാതിലിലൂടെ രക്ഷപ്പെടുകയായിരുന്നു.